കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ LDF ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന 30 ഷുവർ സീറ്റുകൾ എടുത്താൽ അതിൽ ഏറ്റവും മുൻനിരയിൽ ഉണ്ടാകുന്നതാണ് റാന്നി. അതെ, അവിടെയാണ് MLA ഫാക്ടർ അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എന്ന പേര് ഇന്ന് റാന്നിയിൽ വെറും ഒരു MLA-യുടേതല്ല, അതൊരു വികസന ബ്രാൻഡാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം റാന്നി എന്നത് ഒരു കീറാമുട്ടിയാണ്, അഥവാ ഒരു കാലത്തും കീഴടക്കാൻ കഴിയാത്ത ഒരു ബാലികേറ മലയാണ്. ഈ മല കയറാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ 6ഓളം പേരാണ് ഇപ്പോൾ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ പണം വാരി എറിഞ്ഞ് PR വർക്ക് നടത്തുന്നു, മറ്റൊരാൾ ഹൈക്കമാൻഡിൽ ചരട് വലിക്കുന്നു, വേറെ ഒരാൾ പാരമ്പര്യത്തിന്റെ പേരിൽ സീറ്റിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. പഴകുളം മധു മുതൽ ആരോൺ ബിജിലി വരെയുള്ള 6 പേർ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുമ്പോൾ മറുഭാഗത്ത് പ്രമോദ് നാരായണൻ തന്റെ വികസന കുതിപ്പിലൂടെ റാന്നിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്? റാന്നിയുടെ മണ്ണിൽ നിന്നും നേരിട്ടുള്ള ഈ പൊളിറ്റിക്കൽ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇടതുകോട്ടകൾ. പക്ഷെ ഇത്തവണ LDF കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം വ്യക്തിപ്രഭാവം കൊണ്ട് ജയിക്കാവുന്ന 30 സീറ്റുകളെ കുറിച്ചാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. MLA-യുടെ ജനപിന്തുണ കൊണ്ട് മാത്രം ജയിക്കാവുന്ന സീറ്റുകളാണ് ഇന്ന് നമ്മൾ എടുത്തു നോക്കുന്നത്. ആ പട്ടികയിൽ റാന്നി 1-ാം സ്ഥാനത്ത് വരാൻ കാരണങ്ങൾ പലതാണ്. റാന്നി ഒരു കാലത്ത് ഇടതിന്റെ ഉറച്ച മണ്ണായിരുന്നു. 25 വർഷം രാജു എബ്രഹാം അവിടെ ഭരിച്ചു. രാജു എബ്രഹാം മാറിയപ്പോൾ UDF കരുതിയത് ആ കോട്ട തകരുമെന്നാണ്. പക്ഷെ അവിടേക്കാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായി പ്രമോദ് നാരായണൻ വരുന്നത്. വന്ന നാള് മുതൽ ഇന്ന് വരെ റാന്നിയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രമോദ് എന്ന വികസന നായകന്റെ കയ്യൊപ്പുണ്ട്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിശ്വാസം UDF-നെ തകർക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇതുകൊണ്ടാണ് റാന്നി കോൺഗ്രസിനൊരു ബാലികേറാമലയാകുന്നത് എന്ന് ഞാൻ പറയുന്നത്. പ്രമോദ് നാരായണനെ നേരിടാൻ ഒരു ഒറ്റക്കെട്ടായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ UDF-ന് കഴിയുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. റാന്നിയിൽ സീറ്റിനായി കടിപിടി കൂടുന്ന ആ 6 പേരെ നമുക്ക് വിശദമായി പരിശോധിക്കാം. UDF-ൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് പഴകുളം മധുവാണ്. KC വേണുഗോപാലിന്റെ അതിവിശ്വസ്തൻ, KCക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാള്. UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ KCയെ മുഖ്യമന്ത്രിയാക്കാൻ പിന്തുണയ്ക്കുന്ന ഒരു ശിങ്കിടിയായി നിയമസഭയിൽ എത്തുക എന്നതാണ് പഴകുളത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം റാന്നിക്കാരനല്ല, പക്ഷേ ചില യൂട്യൂബർമാരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൂട്ടി പ്രമോദ് നാരായണനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. റാന്നിയെ ഞാനിങ് എടുക്കുക എന്ന് പഴകുളം സ്വയം പറഞ്ഞു നടക്കുന്നത് റാന്നിക്കാർ ഒരു തമാശയോടെയാണ് കാണുന്നത്. വികസനം കൊണ്ട് മറുപടി പറയുന്ന പ്രമോദിനെ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാം എന്നത് പഴകുളത്തിന്റെ വെറും സ്വപ്നം മാത്രമാണ്. മുൻ MLA-യുടെ മകൻ എന്ന പേരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചയാളാണ് റിങ്കു. പക്ഷേ പരാജയത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങി ചെന്നിട്ടില്ല. മനോരമയുടെ സർവേയിൽ പോലും റിങ്കുവിന്റെ ഈ ഒരു നിഷ്ക്രിയത്വം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമോദ് നാരായണൻ ഓരോ ദിവസവും പുതിയ പദ്ധതികളുമൊക്കെയായി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന റിങ്കുവിന്റെ റാന്നിയിൽ ഇനി സ്ഥാനമില്ലെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളായിട്ടുള്ള ഒരാള് പടിഞ്ഞാറൻ റാന്നിയിൽ നല്ല സ്വാധീനമുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ ജയാവർമ്മയാണെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വെട്ടിച്ച് പഴകുളം മധുവിനെ പോലെയുള്ളവർക്ക് സീറ്റ് വാങ്ങാൻ നോക്കുന്നത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കും. പ്രമോദിന്റെ ജനപിന്തുണയെ നേരിടാൻ ജയാവർമ്മയ്ക്ക് കഴിയുമോ എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ സാംജിക്ക് യുവാക്കൾക്കിടയിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ അദ്ദേഹത്തിനായിട്ടില്ല. സ്വന്തം വാർഡിൽ പോലും സ്വാധീനമില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. റാന്നിയിലെ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി, പക്ഷേ വെറും കുടുംബ പേര് കൊണ്ട് മാത്രം വോട്ട് കിട്ടുന്ന കാലം കഴിഞ്ഞു എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. വികസനം കാണിച്ചു തരുന്ന പ്രമോദിന് മുന്നിൽ റെജിയുടെ പാരമ്പര്യം നിഷ്പ്രഭമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഒരു MLA-ക്ക് വേണ്ട ഗൗരവമോ അല്ലെങ്കിൽ പക്വതയോ അദ്ദേഹത്തിന് ഇല്ലെന്നാണ് പാർട്ടിയിലെ തന്നെ സംസാരം. നേരെ ചൊവ്വയെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരാളെ പ്രമോദ് നാരായണനെ പോലെ ഒരു പ്രഗത്ഭ വാഗ്മിക്കെതിരെ നിർത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് റാന്നിയിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രമോദ് നാരായണൻ എന്ന നേതാവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് റാന്നിക്കാർ അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്? പ്രമോദ് നാരായണന്റെ ഓരോ പ്രവൃത്തിയിലും ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. റാന്നിയെ വെറും ഒരു ഗ്രാമമായിട്ടല്ല, മറിച്ച് ഒരു ആഗോള ടൂറിസം കാർഷിക ഹബ്ബായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പമ്പ തീരങ്ങളെ മനോഹരമാക്കിയും ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ സ്ഥാപിച്ചും അദ്ദേഹം റാന്നിയെ ലോക ഭൂപടത്തിലേക്ക് എത്തിച്ചു. പിന്നെ ഹൈടെക് വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് സ്കൂളുകളെയൊക്കെ വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളെക്കാൾ മികച്ചതാക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തു. കാർഷിക മാതൃക എടുത്തു നോക്കുകയാണെങ്കിൽ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അവർക്ക് വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്തു.
രാത്രി 12 മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കുന്ന, പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ഒരു ജനകീയ നായകൻ തന്നെയാണ് പ്രമോദ്. വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു വിവേചനവും അദ്ദേഹം കാണിക്കാറുമില്ല. ഈ ജനകീയതയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. പ്രമോദ് നാരായണൻ കാണുന്ന സ്വപ്നം റാന്നിയെ കേരളത്തിലെ നമ്പർ 1 മണ്ഡലമാക്കുക എന്നതാണ്. ആ സ്വപ്നത്തോടൊപ്പം നിൽക്കാൻ റാന്നിക്കാർ തയ്യാറാണ്. പഴകുളം മധുവിനെ പോലെയുള്ളവർ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ റാന്നിയിൽ വലിയ ചർച്ചയാണ്. പ്രമോദ് നാരായണനെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ വൻതോതിൽ പണം ചെലവാക്കി PR ഏജൻസികളെ ഇവർ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റാന്നിയിലെ ജനങ്ങൾ അവരുടെ കള്ളം തിരിച്ചറിയുന്നുമുണ്ട്. വികസനം കണ്ണിൽ കാണുന്ന, നേരിട്ട് കാണുന്ന ജനങ്ങളെ സോഷ്യൽ മീഡിയയിലെ നുണകൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല. പ്രമോദ് എന്ന വ്യക്തിയെ തകർക്കാൻ നോക്കുന്നവർ റാന്നിയുടെ വികസനത്തെയാണ് തകർക്കുന്നത് എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും വികസനത്തിന്റെ റാന്നി മോഡൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ തന്റെ മണ്ഡലത്തെ മാറ്റിയെടുക്കാം എന്നതിന് പ്രമോദ് നാരായണൻ ഒരു ഉത്തമ ഉദാഹരണമാണ്. റാന്നിയിൽ കളി മുറുകുകയാണ്. ഒരു വശത്ത് വികസനത്തിന്റെ കൊടുങ്കാറ്റായി പ്രമോദ് നാരായണൻ മുന്നേറുന്നു, മറുവശത്ത് സ്ഥാനാർത്ഥിത്വത്തിനായി കിലോമീറ്ററുകളോളം അടിപിടി കൂടുന്ന UDF നേതാക്കൾ. പ്രമോദ് നാരായണൻ എന്ന ഉറച്ച കല്ലിൽ തട്ടി കോൺഗ്രസിന്റെ എല്ലാ തന്ത്രങ്ങളും തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റാന്നിക്കാർക്ക് ഒരു സന്ദേശമേ ഉള്ളൂ: ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവനെ, ഞങ്ങളുടെ നാടിനെ മാറ്റിയവനെ ഞങ്ങൾ കൈവിടില്ല. പഴകുളം മധുവിന്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കും. പ്രമോദ് നാരായണൻ റാന്നിയുടെ മണ്ണിൽ വികസനത്തിന്റെ പുത്തൻ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പ്രമോദ് നാരായണൻ എന്ന ഈ ഒരു നല്ല ചങ്കൂറ്റമുള്ള നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റാന്നിയിലെ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? പ്രമോദ് നാരായണന്റെ വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഇലക്ഷൻ എടുക്കാൻ പോവുകയാണല്ലോ. ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നേതാക്കൾക്ക് ഒരു ഊർജം നൽകുന്നതും അതുപോലെ വോട്ട് ചെയ്യേണ്ട ജനങ്ങൾക്കൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.